Hi friends, welcome back to our channel Urban Taste. Cauliflower കൊണ്ട് ഗോപി മഞ്ചൂരിയൻ ആണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനാദ്യം തന്നെ നമ്മൾ കോളിഫ്ലവർ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് തിളപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. ഇതൊന്ന് തിളച്ച ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ വേറൊരു പാത്രത്തിലേക്ക് ഡ്രെയിൻ ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് 4 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൈസി ഫുഡാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചുകൂടി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ച് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി പാർട്ടിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 മീഡിയം സൈസ് സവാള, 1 ചെറുതായി കട്ട് ചെയ്ത് വെച്ചതും 1 മീഡിയം സൈസ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതും, പിന്നെ ഒപ്പം തന്നെ ഒരു കാപ്സിക്കം ക്യൂബ് സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാൻ വെച്ച് അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ മാത്രമാണ് എടുക്കുന്നത്. ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഒപ്പം തന്നെ 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോൺഫ്ലോർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്യുക ചെയ്തത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി തിക്കായി തോന്നുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. സെമി ഗ്രേവി ആയിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയൊരു 3 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ കമൻറ്റ്സ് അറിയിക്കുകയും വേണം.